നമസ്കാരം. ഇലക്ട്രൽ ബോണ്ട് എന്നത് എന്തോ മഹാ അപരാധമാണ്, രാജ്യത്തെ വിറ്റ കാശാണ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി കാശാണ് ഇലക്ട്രൽ ബോണ്ട് എന്നാണ് CPM-ന്റെ പക്ഷം. CPM അത്തരത്തിൽ തന്നെയാണ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ ബോണ്ട് വാങ്ങുന്നില്ല, കാരണം അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ കറയില്ല. ഈ BJP-ക്കും അതുപോലെ മറ്റു ചില BJPക്ക് ഈ പിന്നെ രാജ്യത്തെ വിറ്റ കാശ് കൊണ്ടാണ് ഇവർ ഇങ്ങനെ ധൂർത്തടിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇലക്ട്രൽ ബോണ്ടിന്റെ കണക്കുകളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കൃത്യമായ കണക്കുകൾ പുറത്തു വന്നപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമായി. BJP മാത്രമല്ല ഈ ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ പ്രചരണം മുഴുവനും പിന്നെ BJPക്ക് എതിരാണെങ്കിൽ പോലും കണക്കുകൾ കൃത്യമായിട്ട് സുപ്രീം കോടതി നിർബന്ധം പിടിച്ച് കണക്കുകൾ അവതരിപ്പിച്ചപ്പോൾ SBI കണക്കുകൾ കൊടുക്കാൻ താല്പര്യം കുറവായിരുന്നു. പക്ഷേ പിന്നെ സുപ്രീം കോടതി കർശനമായി പറഞ്ഞപ്പോൾ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. അതിൽ BJP മാത്രമല്ല, പിന്നെ തൃണമൂൽ കോൺഗ്രസ്, DMK, അതുപോലെ രാജശേഖര റെഡ്ഡിയുടെ പാർട്ടി, തെലങ്കാനയിലെ മറ്റു പാർട്ടികൾ, ഇങ്ങനെ തുടങ്ങിയ നിരവധി പാർട്ടികൾ ഈ ബോണ്ട് വാങ്ങിച്ചവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ CPM-ന്റെ പക്ഷം പറയുന്നത്, അല്ലെങ്കിൽ CPM പറയുന്നത് ഇതൊരു രാജ്യത്തെ വിറ്റ പിന്നെ പണമാണ്, ഇത് അഴിമതി പണമാണ് എന്നാണ് CPM പറയുന്നത്. അങ്ങനെയെങ്കിൽ BJP വാങ്ങിച്ചതിൽ മാത്രമാണോ അഴിമതി, അതോ DMK വാങ്ങിച്ചതിലും കോൺഗ്രസ് വാങ്ങിച്ചതിലൊക്കെ അഴിമതി പണമുണ്ടോ എന്ന് CPM വ്യക്തമാക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോണ്ട് എല്ലാം അഴിമതിയാണെന്നാണ് CPM പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഈ ബോണ്ട് വാങ്ങിച്ച തികച്ചും അഴിമതി പണവുമായി നിൽക്കുന്ന DMK മുന്നണിയിൽ, ആ DMK മുന്നണിയിൽ കോൺഗ്രസുമുണ്ട്. ആ DMK മുന്നണിയിലെ കോൺഗ്രസും ഈ അഴിമതി പണം വാങ്ങിച്ച ആളാണ്, ബോണ്ട് വാങ്ങിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യ സഖ്യത്തിൽ നിന്നും CPM പിന്മാറണം. മാന്യമായും മര്യാദയും ഉണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്നും CPM ഇറങ്ങിപ്പോകണം. കാരണം ഈ വൃത്തികെട്ടവന്മാർ, ഈ ബോണ്ട് വാങ്ങിച്ചവന്മാർ, ഈ രാജ്യത്തെ വിറ്റ് തുലയ്ക്കുന്നവന്മാർ, ഈ അഴിമതി പണം കൊണ്ടു നടക്കുന്നവർ, അവന്മാരാണ് DMKക്ക് കോടിക്കണക്കിന് രൂപയാണ് ഈ ബോണ്ട് കിട്ടിയിരിക്കുന്നത്. ഏതൊക്കെ കമ്പനിയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ കോൺഗ്രസിനും കോടിക്കണക്കിന് രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുന്നണിയിൽ നിന്നും, അതുപോലെ മറ്റ് പ്രാദേശിക പാർട്ടികൾ, ഈ പിന്നെ ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റു ചില ആന്ധ്രാപ്രദേശിലെ പാർട്ടികൾ, അതുപോലെ ബീഹാറിലെ പാർട്ടികൾ, ഇവരെല്ലാം ഈ ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇവരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BJPയെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം, BJP അഴിമതി പണം വാങ്ങിയതാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇവന്മാരും അഴിമതി പണം വാങ്ങിയിരിക്കുന്നു, ഞങ്ങൾ മാന്യമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഞങ്ങൾ അങ്ങനെ ബോണ്ട് വാങ്ങിച്ചവരല്ല, ഞങ്ങൾ അഴിമതി പണം വാങ്ങിക്കുന്നവരല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഇന്ത്യ സഖ്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ DMK ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തമിഴ്നാട്ടിലെ പിന്നെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഞങ്ങൾ പിന്മാറുന്നു, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോണം. അതാണ് രാഷ്ട്രീയ മര്യാദ, അതാണ് ധാർമ്മികത എന്ന് പറയുന്നത്. അല്ലാതെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഇങ്ങനെ വാദോരാതെ പ്രഖ്യാപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നത് നിങ്ങൾ ഓർക്കുക. CPM ഇതിന് കൃത്യമായിട്ട് മറുപടി പറയേണ്ടത് അത്യാവശ്യം തന്നെയാണ്.